കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ മാരകമായ വിഷമുള്ള തവളകളൊന്നുമില്ല. നമ്മൾ ആ സിനിമയിൽ കാണുന്ന തവള എന്ന് പറയുന്നത് പോയ്സൺ ഡാർട്ട് ഫ്രോക്സ് എന്നാണ് അവർ പറയുന്നത്. അതായത് ഈ തവളകൾ അവരുടെ സ്കിന്നിൽ ചില സെക്രീഷൻസ് ഉണ്ടാക്കും, വളരെ മാരകമാണ്. അതായത് ഒരു ഗ്രാം വിഷത്തിന് 10 ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ കഴിവുള്ള കേപ്പബിളുള്ള ടോക്സിനാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കാണാൻ ഭംഗിയുള്ള തവളകളാണ് ഈ ആരോ പോയ്സൺ ഫ്രോക്സ് എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ പല അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും അതിനെ ഇല്ലീഗലായി കൊണ്ടുപോയി അവരതിനെ പെറ്റായിട്ടൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ കുറേ കാലം കഴിയുമ്പം ഈ സാധനത്തിന് ഈ ടോക്സിറ്റി ഉണ്ടാവില്ല. കാരണം ഇവർക്ക് ആ ടോക്സിറ്റി കിട്ടുന്നതെന്ന് വെച്ചാൽ അത് തിന്നുന്ന ചില ഉറുമ്പുകളെ കഴിക്കുന്നുണ്ടാണ്. ഉറുമ്പുകൾ കഴിക്കുമ്പോൾ അതിൻ്റെ ബോഡിയിൽ നിന്നാണ് അതിനുള്ള ടോക്സിൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്, ആ സ്കിന്നിൽ വരുന്നത്. അപ്പോൾ ആ ഇക്കോളജിയിലേ ആ ടോക്സിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും ഭയങ്കര ടോക്സിൻ എന്ന് പറയുന്നത് ഈ ആരോ പോയ്സൺ ഫ്രോഗ് ഉൽപ്പാദിപ്പിക്കുന്ന, അത് നെർവിൻ്റെ പാരാലിസിസ് ഉണ്ടാക്കുന്നത്. അവർ ഈ ബ്ലോ പൈപ്പിൽ ഒരുതരം നമ്മൾ ഓട പോലെ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ മരം തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ അമ്പിൻ്റെ അറ്റത്ത് പഞ്ഞി പോലെ സാധനത്തിൻ്റെ അകത്ത് ഇത് പുരട്ടി ഉണക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഊത്തുകുഴൽ വഴി ഊതി ഡാർട്ട് ചെയ്തിട്ടാണ് അതിനെ അവർ പിടിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചൊരുത്തവളകളെ ഒരു പൊതുവെ ആൾക്കാർ വിഷത്തവളകളാന്ന് പറയുന്നുണ്ട്. അല്ല, അതിൻ്റെ അതായത് റഫായിട്ടുള്ള ഒരു സ്കിന്നാണ്. പക്ഷെ അതിന് പാരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന മുതുകിൽ 2 ഗ്രന്ഥികളുണ്ട്, തലയുടെയും മുതുകിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവി പിടിച്ചു കഴിഞ്ഞാൽ അതൊരു മിൽക്ക് പോലെ, ഒരു പാല് പോലെ ഒരു സെക്രീഷൻ ഉണ്ടാക്കും. അപ്പോൾ നായ്ക്കളൊക്കെ അത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് വായിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കി അതിനെ തുപ്പിക്കളയും. പക്ഷേ ചേരേൻ്റെ അടുത്തൊന്നും അത് വർക്ക് ചെയ്യില്ല, പാമ്പൊക്കെ അതിനെ വിഴുങ്ങും. അപ്പോൾ അതൊരു ടോക്സിക്, ഒരു ഫെയ്റ്റൽ ആയിട്ടുള്ള ഒരു സാധനമല്ല, ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് അത് ലോ ഗ്രേഡ് ടോക്സിനാണ്, അത് തുപ്പിക്കളയും. പക്ഷേ അതിൻ്റെ വർഗത്തിൽപ്പെടുന്ന വലിയ ബുഫോ മാരിനസ് എന്നൊക്കെ പറയുന്ന വലിയ ടോഡുകളുണ്ട്. അവരുടെ ടോക്സിൻസൊക്കെ അത്യാവശ്യം ടോക്സിനാണ്. ആളുകളെ കൊല്ലാൻ പറ്റില്ലെങ്കിലും കുറച്ച് മറ്റ് ജീവികൾക്ക് ദോഷമായിട്ടുള്ള ടോക്സിൻസാണത്.